നമുക്ക് വേണ്ട സാധനം. ഇനി ഞാനൊരു സാധനം ഉണ്ടാക്കും, അതെങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. എൻ്റെ വീട്ടുകാർ കാണണമെങ്കിൽ അമ്മ കല്യാണം ആലോചിച്ചോളൂ എനിക്ക്. ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ പണികളൊക്കെ പഠിച്ചിട്ട് വരാം. അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗത്തിൻ്റെ മുഖത്ത് അങ്ങനെ പല സംഭവങ്ങളും നിങ്ങൾ കാണും ഗൈസ്. ബനാവോ പോയില്ലേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു പീസ് ചീസ് എടുത്തിട്ട് അത് ഗ്രേറ്റ് ചെയ്യാണ്. ഈസി, ഐ വിൽ ഡു. ചീസ് നല്ല വൃത്തിയായിട്ട് ഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല പാടുള്ള പണിയാണ് ചീസ് ഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? അത് ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക കഴിവ് വേണം. അങ്ങനെ ഞാൻ ഗ്രേറ്റ് ചെയ്ത ചീസ് ചേട്ടൻ ഉണ്ടാക്കും. ഓക്കെ, മൈദ ആട്ടോ എടുത്തിരിക്കണേ. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത ചീസ് വെച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ തുന്നിക്കെട്ടി കൊടുക്കുന്ന പോലെ ആക്കുന്നുണ്ട്. ഞാൻ ഈ സാധനം കഴിക്കാൻ നല്ല എക്സൈറ്റഡാണ്. ബേസിക്കലി ഐ എം എ ചീസ് ലവർ. എനിക്ക് ചീസ് നല്ല ഇഷ്ടമാണ്. അപ്പം ഇത് നല്ല രസമായിരിക്കും കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ ചീസ് റൊട്ടി നമ്മളിവിടെ മറിച്ചിട്ടിട്ടുണ്ട്. ഇത് വേവാനായിട്ടൊരു 15 മിനിറ്റോളം എടുക്കുന്നതാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും അവിടെ വെയിറ്റ് ചെയ്യാം. കാരണം ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഇനിയും പരീക്ഷണങ്ങൾ നടത്തും. ഇവരെന്നെ ഒന്നും ടേസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. എന്നെ തൂക്കിയെടുത്ത് വെളിയിലെറിയും. അതിന് മുമ്പ് നമുക്ക് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോവാം, പുറത്ത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചീസ് റൊട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇത്തിരി അമൂൽ ബട്ടർ ഇപ്പോൾ തേച്ച് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ നമ്മുടെ ചീസ് റൊട്ടിയിൽ ഓക്കെ. അപ്പോൾ ആ ചീസ് കൂടി ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാദിഷ്ടമായിട്ടുള്ള ചീസ് റൊട്ടി കഴിക്കാൻ റെഡി ആവുന്നതായിരിക്കും. ഇത് കേട്ടോ, ബാജറ റൊട്ടി, ചീസ് നാൻ, ഖട്ട മസാല, അതായത് ഗോവിന്ദ് ഖട്ട, ഇത് മറ്റൊരു ബേസൻ ഖട്ട, ഇത് എന്തായിരുന്നു ഇതിൻ്റെ പേര്, ബിണ്ടി ദോ പ്യാസ, അതായത് ലേഡീസ് ഫിംഗറിൻ്റെ കറിയാണ്. അപ്പം എന്തായാലും എല്ലാ സാധനങ്ങളും എനിക്ക് ഇനി ടേസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ആ ഒരു തക്കാളിയുടെ പുളിയും ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു മധുരവും ഒക്കെ ഉണ്ട്. ഇനി അടുത്തത് ബേസൻ ഖട്ട കേട്ടോ, അത് ഖട്ട മസാല. ആഹാ, അടിപൊളി.